കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി ഉമ്മൻചാണ്ടിയുടെയും വക്കം പുരുഷോത്തമന്റെയും പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. നിയമസഭാ കക്ഷിയിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉമ്മൻചാണ്ടിക്കുണ്ട്. നല്ലൊരു ഭരണാധികാരി എന്ന നിലയിൽ ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം നേതാക്കൾ വക്കം പുരുഷോത്തമനെയും സഹായിക്കുന്നു. എന്നാൽ MLA-മാരുടെയും UDF നേതാക്കളുടെയും മനസ്സ് ഉമ്മൻചാണ്ടിക്കൊപ്പമായതിനാൽ വൈകിട്ടോടെ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സമന്വയമുണ്ടാക്കുവാനാണ് എ വിഭാഗത്തിന്റെ ശ്രമം. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അതിന്റെ മുമ്പ് തന്നെ അതൊരു തീരുമാനമാവും. ഒന്നാമത് വക്കവും ഉമ്മൻചാണ്ടി നല്ല റിലേഷനാണ്, മനസ്സിലായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണമെന്ന് രണ്ടാൾക്കും ഇല്ല, അങ്ങനത്തെ റിലേഷനാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും അതിന് യാതൊരു സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു യുനാനിമസ് ആയിട്ട് ഒരു ലീഡർ ഉണ്ടാവും, വലിയ ഒരു സംശയം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വിഭാഗം രംഗത്തില്ലാത്തതിനാൽ മത്സരരംഗത്ത് വലിയ വാശി പ്രകടമല്ല. 3ഉം 4ഉം ഗ്രൂപ്പുകളും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പമേ നിൽക്കൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു MLA ജയിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും MLA-മാരിലെ സ്വാധീനക്കുറവുമാണ് ഗ്രൂപ്പിനെയും വയലാർ രവിയെയും പിന്നോട്ടടുപ്പിക്കുന്നത്. അദ്ദേഹം വിശ്രമം ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഒരാൾ വരണ്ടേ? ഒന്നല്ലോ, ഒന്നിലധികം ആളുണ്ട്. ഇപ്പം പത്രത്തിൽ കണ്ടേ ശരിയാണല്ലോ. ഇനിയും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ മുഖ്യമന്ത്രിയുടെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ പ്രക്രിയ മന്ത്രിമാരെ നിശ്ചയിക്കലായിരിക്കും. UDF കൺവീനർ തൊട്ട് സ്പീക്കർ മുതൽ നിരവധി ഒഴിവുകൾ വരാനും അവയെല്ലാം നികത്താനുമുള്ള രാഷ്ട്രീയ സാഹചര്യം ഇനിയുള്ള മാസങ്ങളിൽ ഒരുങ്ങും. ഇതൊക്കെ സമന്വയത്തോടെ പരിഹരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് UDF തേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കണ്ണുകളും ഉമ്മൻചാണ്ടിയിലേക്ക് നീങ്ങുന്നത്. MP നികേഷ് കുമാർ, ഇന്ത്യ വിഷൻ.